ഹായ്, ഇന്ന് നമുക്കൊരു സലാഡ് പരിചയപ്പെടാം കേട്ടോ. വളരെ ഈസി സലാഡാണ്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സലാഡ് ക്രൂവ്. ഹീബ്രുവിൽ ഇതിന് ക്രൂവ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ക്യാബേജ് നമുക്കിതിൻ്റെ വാടിയ ഇലകളൊക്കെ മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ടൊന്ന് വെക്കാം. ഇതും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. സലാഡിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാനുണ്ട്. ഇത് വാൾനട്ട്, ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. പിന്നെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും, ഇതൊക്കെ സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതാണ് നല്ലത്, അല്ലെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ആൽമണ്ട് സ്ലൈസ് ചെയ്തതാണ്. ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതും നമുക്ക് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പൈൻ നട്ടാണ്. ഇതെല്ലാം ഒന്നും നിർബന്ധമില്ല, ഇത് നമുക്കിവിടെ ഉള്ളത് കൊണ്ട് സലാഡിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ വറുത്തെടുക്കാനുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയ് സോസും 1/4 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ സെസം ഓയിലും നമ്മുടെ എള്ളെണ്ണ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഹണിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചെറിയൊരു സ്വീറ്റ്നെസ് ആവശ്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. ഇതുപോലെ ചെറുതായി മുറിച്ച് ചെറിയ ചെറിയ പീസസാക്കി, സ്ക്വയർ പീസസാക്കി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. റോ ക്യാബേജിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡൈജഷൻ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് റോ ക്യാബേജ്. ക്യാൻസറിനെ പോലും പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ റോ ക്യാബേജിനുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസായി നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ക്യാബേജ് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇനി നമ്മുടെ ക്യാബേജിലേക്ക് ആവശ്യത്തിന് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും നമ്മുടെ മിശ്രിതം 2 ടേബിൾ സ്പൂണും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാബേജ് സലാഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.